സോ ഹലോ ഗൈസ്, എല്ലാവർക്കും HPC വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഒത്തിരി നാളായി നമ്മളൊരു വീഡിയോ ഇപ്പോൾ ചെയ്യട്ടെ. എനിക്ക് തോന്നുന്നു ഏകദേശം 8-10 മാസം കണ്ടോ നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ട്. അത്യാവശ്യം എനിക്ക് റീച്ച് എന്ന് വെച്ചാൽ വ്യൂസ് കയറിയ ഒരു സമയത്താണ് സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോസൊക്കെ നിർത്തിയത്. എന്നാ നിർത്തിയെന്ന് വെച്ചാൽ എനിക്ക് മടിയായിരുന്നു സത്യം പറഞ്ഞാൽ. ഏറ്റവും ആദ്യത്തെ റീസൺ എന്താണ്, പിന്നത്തെ റീസൺ എന്ന് വെച്ചാൽ ഞാൻ +2-ലായിരുന്നു. സോ ബോർഡ് എക്സാം ആയിരുന്നു. പഠിത്തത്തിലൊന്നുമല്ല, എന്നാലും എനിക്ക് ഒരു മൂടുണ്ടായിരുന്നില്ല ഒരു വീഡിയോ ചെയ്യാൻ. കാരണം അത്യാവശ്യം എനിക്ക് ഷോർട്സിന് നല്ല റീച്ച് കയറിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു വീഡിയോ 2 വീഡിയോ ഒക്കെ കണ്ടും റീച്ച് ഇച്ചിരി കുറഞ്ഞു പോയി. അപ്പം ഞാൻ മതി അടുത്ത് എന്ന് പറഞ്ഞ് നിർത്തി ഞാൻ പോയി. അതാണ് സത്യം പറഞ്ഞ വീഡിയോസ് ഒന്നും പറ്റായിരുന്നു. നിങ്ങളുടെ ആകെ 40 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. സോ എന്തായാലും അധികം ആൾക്കാരൊന്നും വെയിറ്റ് ചെയ്തൊന്നും ഇരിക്കുന്നില്ല. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, എന്നാലും ഇച്ചിരി ടൈം ഡ്യൂറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം കണ്ടന്റ് കുറച്ചേ ഉള്ളൂ. സോ പെട്ടെന്ന് തീരുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അധികം ബോറടിപ്പിക്കാതെ അത് പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ പുതിയ കുറച്ച് മൊബൈലൊക്കെ വല്ല മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ജൂലൈയിലും ജൂണിലും ആയിട്ട് കുറച്ച് ഫോൺസൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഇറങ്ങാൻ പോകുന്ന ആ ഫോണിൻ്റെയൊക്കെ കുറച്ച് ലീക്സും റൂമേഴ്സൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. സോ ഇതേപോലത്തെ കൂടുതലും കണ്ടന്റ്സിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. പിന്നെ കൂടുതലുള്ള ബെല്ലൈക്കൺ ഓൾ ചെയ്തിട്ടാലേ നോട്ടിഫിക്കേഷനൊക്കെ വരത്തുള്ളൂ ഞാൻ വീഡിയോ ഇടുമ്പോൾ. സോ അതും ചെയ്ത് വെച്ചേക്കാം. പിന്നെ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്താൽ ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. എന്തൊക്കെ എനിക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടേ, എന്തൊക്കെ ഞാനിപ്പോൾ സംസാരത്തിൽ മാറ്റം വരുത്തണോ, ഈ ബാക്ക്ഗ്രൗണ്ട് വരുത്തണോ, എന്തെങ്കിലും പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോയിലേക്ക് ഒരു കാലത്ത് ഗെയിമേഴ്സിൻ്റെ എല്ലാവരുടെയും രോമാഞ്ചമായ ഒരു ഫോണാണ് പോക്കോ ദ ലെജൻഡറി F1. സോ പോക്കോ F1 എന്ന് പറഞ്ഞൊരു ഫോൺ അത്രത്തോളം ഫാൻ ബേസ് ഉള്ളൊരു മൊബൈലാണ്. ഇപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളൊരു ഫോണാണ് പോക്കോൻ്റെ F1. സോ അതിൻ്റെയൊക്കെ കുറേ പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് കുറേ സക്സസേഴ്സ് വന്നു. സോ പക്ഷേ അതിൻ്റെ ആ ഒരു റേഞ്ചിലേക്ക് ഒരു ഫോണും ഇതുവരെ എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു പോക്കോ F1-ൻ്റെയൊക്കെ റേഞ്ചിൽ എത്താൻ പറ്റുമോ എന്ന് നോക്കാനായിട്ട് പുതിയൊരു ഫോൺ വരുന്നുണ്ട്, പോക്കോൻ്റെ F7. സത്യം പറഞ്ഞാൽ പോക്കോൻ്റെ ഫോണിൻ്റെ ഒക്കെ ഒരു റേഞ്ച് ഉണ്ടായിരുന്നു ഒരു സമയത്ത്. കാരണം ഞാൻ ഈ പോക്കോ X3 പ്രോയൊക്കെ ഇറങ്ങിയ സമയത്ത് ഭയങ്കരമായിട്ട് മേടിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നൊരു ഫോണാണ്. കാരണം ആ സമയത്ത് ഞാൻ നല്ലോണം ഈ BGM ഒക്കെ കളിക്കുന്ന PUBG ഒക്കെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ ഫോണിൻ്റെ ഒക്കെ ആ റേഞ്ച് ഉണ്ടല്ലോ ടോപ്പായിരുന്നു. പിന്നെയാണ് ആ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ, മദർ ബോർഡ് ഇഷ്യൂ ഒക്കെ വന്നത്. സത്യം പറഞ്ഞാൽ അതോടെയാണ് പോക്കോ ഒന്ന് അടിഞ്ഞു പോയത്. ബട്ട് എന്നാലും അത്യാവശ്യം ഫോൺസൊക്കെ ഇപ്പോഴും നല്ല നല്ല ഫോൺസ് വരുന്നുണ്ട്. ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സോഫ്റ്റ്വെയർ ആണ് ഹൈപ്പർവൈസ്. എന്നാലും എപ്പോഴും അപ്ഡേറ്റ് ഒന്നും കിട്ടുന്നില്ല. ബട്ട് എന്നാലും അത്യാവശ്യം നല്ലോണം ചെയ്യുന്ന ഒരു ഇത് തന്നെയാണ്. സോ എന്തായാലും പോക്കോ F7 എന്തായാലും നമ്മുടെ ജൂൺ 24-ാം തീയതിയാണ് വരാൻ പോകുന്നത്. ഈ അടുത്ത് തന്നെ ലോഞ്ച് ആവുന്നതാണ്. അതിൻ്റെ കുറച്ച് ലീക്സ് ഞാൻ പറയുകയാണെങ്കിൽ, ഏറ്റവും ആദ്യം തന്നെ ഇതൊരു ഗെയിമിംഗ് ഫോൺ ആയിരിക്കുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ ഇതിൻ്റെ ചിപ്സെറ്റിനെ കുറിച്ച് തന്നെ ആദ്യം നമുക്ക് പറയാം. ലേറ്റസ്റ്റ് ചിപ്സെറ്റായ സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 4 ചിപ്സെറ്റ് ആയിരിക്കും ഇത് വരാൻ പോകുന്നത്. വിത്ത് 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്തിട്ട് വരുന്നതാണ്. 7550 mAh ഒരു വലിയ യമണ്ടൻ ബാറ്ററി ആയിരിക്കും ഈ ഒരു ഫോണിൽ വരാനായിട്ട് പോകുന്നത്. സോ ആസ് എ ഗെയിമിംഗ് സെൻട്രിക് ഫോൺ ഈ ഒരു ഫോണിൽ 7550 mAh ബാറ്ററി സത്യം പറഞ്ഞ ഒരു കിഡിലൻ ഒരു സംഭവമാണ്. കാരണം നമ്മൾ ഒരു അടുപ്പിച്ച് ഒരു 2 മണിക്കൂർ 1.5 മണിക്കൂർ ഗെയിമിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ 7550 mAh ഒരു ഗുണം നമുക്ക് എന്തായാലും കിട്ടുന്നതാണ്. കാരണം പെട്ടെന്ന് ബാറ്ററി ഇറങ്ങത്തില്ല. പിന്നെ അതേപോലെ തന്നെ 90 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കുത്തിയിടാം. എങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ തന്നെ ഏകദേശം പെട്ടെന്ന് കയറുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഗെയിമിംഗ് ആ ഒരു രീതി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടാൻ പോകുന്ന ഒരു ഫോണാണ്. 7550 mAh ആ ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫീച്ചറാണ് സത്യം പറഞ്ഞത്. അലൂമിനിയത്തിൻ്റെ ഒരു ഫ്രെയിം ആയിരിക്കും വരാൻ പോകുന്നതെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ലീക്ക്. 6.83 ഇഞ്ചിൻ്റെ ഫുൾ HD റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന AMOLED സ്ക്രീൻ ആയിരിക്കും പോക്കോ ഇതിൽ കൊടുക്കാനായിട്ട് പോകുന്നത്. ഇതിൽ വരുന്ന ക്യാമറ സെറ്റ് നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ വരുന്നതാണ്. 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ആയിരിക്കും വരാൻ പോകുന്നത്. മാക്രോ സത്യം പറഞ്ഞാൽ ആരും അധികം എടുക്കാറില്ല, എന്നാലും ആ ഒരു സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് 20 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ. കാരണം എന്താണെന്ന് വെച്ചാൽ വില കൂടിയ കുറേ ഫോണുകളിൽ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ഇപ്പോഴും കൊടുക്കുന്നുള്ളൂ. ആ ഒരു സമയത്ത് ഈ ഒരു റേഞ്ചിൽ 20 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വെരി ഗുഡ്. പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന സെൻസർ എന്ന് പറഞ്ഞാൽ സോണിയുടെ IMX882 എന്ന് പറഞ്ഞൊരു സോണിയുടെ സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
അത്യാവശ്യം നല്ലൊരു സെൻസറാണ് സോണിയുടെ IMX882 എന്ന് പറയുന്നത്, ഈ റേഞ്ചിൽ കിട്ടാനുള്ളത്. ബട്ട് എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് നല്ലൊരു നമുക്ക് ഫോട്ടോ ക്വാളിറ്റി കിട്ടണമെങ്കിൽ അത് പോക്കോ അതിനെങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നു എന്നനുസരിച്ചാണ് നമുക്ക് നല്ലൊരു ഫോട്ടോ ക്വാളിറ്റി കിട്ടത്തുള്ളൂ. സോ പോക്കോ അതിനെ എത്രത്തോളം ഒപ്റ്റിമൈസ് ചെയ്യുന്നു അത്രത്തോളം നല്ല ഫോട്ടോ ക്വാളിറ്റി നമുക്ക് ഇതിൽ കിട്ടും. ഇനിയിപ്പോൾ ഒപ്റ്റിമൈസേഷൻ കുറവാണെങ്കിൽ നമുക്ക് ഫോട്ടോ ക്വാളിറ്റി അതേപോലെ കുറയുകയും ചെയ്യും. ഓക്കെ, സോ അതാണ് എനിക്ക് ആദ്യം പറയാനായിട്ടുള്ളത്. ഇത്രയും സെൻസറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എത്രത്തോളം നമ്മളതിനെ ഒപ്റ്റിമൈസ് ചെയ്ത് അതിനെ യൂസ് ചെയ്യുന്നു അതേപോലെ ഇരിക്കും ഇതിൻ്റെ ഫോട്ടോ ക്വാളിറ്റി എന്ന് പറയുന്നത്. അറ്റ് ലാസ്റ്റ് ഇതിൻ്റെ ഒരു പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മണി 30,000 രൂപയ്ക്കാണ് ഈ ഒരു ഫോൺ ഇറങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ജൂൺ 24 ഫോൺ ഇറങ്ങുന്നതാണ്. സോ എന്തായാലും ഇതിൻ്റെ റിവ്യൂ ഒക്കെ കാണുക എല്ലാവരും. യൂട്യൂബേഴ്സ് അതിനെ അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്ത് അതൊക്കെ കണ്ടിട്ട് എന്തായാലും മേടിക്കുക. കാരണം നമുക്ക് എത്രത്തോളം സ്പെക്സ് പറഞ്ഞാലും യൂസർ റിവ്യൂ ആണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് എടുക്കുക. എംപ്റ്റിനെസ്, ഒന്നുമില്ലായ്മ എന്നൊരു കോൺസെപ്റ്റിന് ഒരു മൊബൈൽ ബ്രാൻഡിനായിട്ട് പേരിട്ട് അതിൽ ലൈറ്റ് കത്തിച്ച് ആൾക്കാരുടെ മനം കവർന്നൊരു ഫോണാണ് നത്തിങ് എന്ന ബ്രാൻഡ്. സോ നത്തിങ്ങിൻ്റെ ഫോൺ 3 വരികയാണ്. ജൂലൈ 1 തീയതിയാണ് അതിൻ്റെ റിലീസ് ഡേറ്റ് വരുന്നത്. നത്തിങ് ഫോൺ 1ഉം 2നും ശേഷം ഇറങ്ങാൻ പോകുന്നൊരു ഫോണാണ് നത്തിങ്ങിൻ്റെ ഫോൺ 3. അതിൻ്റെ ഇടയ്ക്ക് CMF ബൈ നത്തിങ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. സോ അതിൻ്റെയൊക്കെ റിവ്യൂസൊക്കെ നിങ്ങൾ കണ്ടേക്കുക. അപ്പോൾ എന്തായാലും നത്തിങ്ങിൻ്റെ ആയിട്ട് മെയിനായിട്ട് മേജർ ഫോൺ വരികയാണ് ജൂലൈ 1 തീയതി. ഇതിൽ വരാൻ പോകുന്ന ചിപ്സെറ്റും സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 4 ചിപ്സെറ്റ് തന്നെയായിരിക്കും. പിന്നെ ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ 12GB 256GB ആയിരിക്കും ഇതിൻ്റെ ബേസ് വേരിയൻ്റ് ആയിട്ട് വരുന്നത്. കൂടെ 16GB 512GB ഉണ്ടാവും. ഇതിൻ്റെ മെയിൻ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ 8GB 128GB പെട്ടെന്ന് തീർന്നുകൊണ്ട് ഇപ്പോഴത്തെ ഓരോ ഗെയിമൊക്കെ കളിക്കുന്നവരാണെങ്കിലും നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിലും അതിൻ്റെയൊക്കെ GB നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. സോ അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് 256GB ഒക്കെ മെയിനായിട്ട് എടുക്കാൻ നോക്കുക. 512 ആണ് ഏറ്റവും നല്ലത്. പക്ഷേ അതിനുള്ള നമുക്ക് ബഡ്ജറ്റ് ഇല്ലെങ്കിൽ 256 എടുക്കാൻ നോക്കുക. 120GB ഒക്കെ ആയിട്ട് നല്ലത്. മിക്ക ഫോണും ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഓക്കെ, 6.77 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന AMOLED സ്ക്രീൻ തന്നെയാണ് ഇതിലും വരാൻ പോകുന്നത്. 5000 mAh ബാറ്ററിയാണ് നമ്മുടെ നത്തിങ് ഫോൺ 3 വരാൻ പോകുന്നത്. എത്രത്തോളം ചാർജിങ്ങിൻ്റെ സ്പീഡ് ഉണ്ടാവുമെന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. കൂടെ ഫോണിൽ ചാർജർ ഉണ്ടാവുമെന്ന് നമുക്കറിയത്തില്ല. ഓക്കെ, അത് ഈ നത്തിങ്ങൊക്കെ ഇപ്പോൾ സാംസങ്ങും ആപ്പിളൊക്കെ കാണിക്കുന്ന പോലെ ചാർജർ എടുത്ത് മാറ്റാറാണ് പതിവ്. സോ ഇതിലും അത് ഉണ്ടാകത്തില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ചിലപ്പോൾ മറ്റേ പോക്കോ F7 എന്തായാലും ഉണ്ടാവും. അതിൽ 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. ബട്ട് ഇവിടെ അത് എത്രത്തോളം വരുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു എന്തായാലും 90 വാട്ടൊന്നും നമുക്കിതിൽ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല, അതിന് കുറവായിരിക്കും എന്തായാലും. എനിക്ക് എൻ്റെ ഒരു രീതി നോക്കുവാണെങ്കിൽ നത്തിങ് ഫോൺ 3 ഒരു ഓൾറൗണ്ട് പാക്കേജ് ഫോണായിരിക്കും വരാൻ പോകുന്നത്. കാരണം ഇതിൻ്റെ ക്യാമറ സെൻസറിനെ കുറിച്ചൊന്നും ലീക്ക് കിട്ടിയിട്ടില്ല. അതാണ് ക്യാമറയെ പറ്റി ഞാൻ സംസാരിക്കാത്തത്. 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയായിട്ടാണ് വരാൻ പോകുന്നത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ബട്ട് അതിൽ ഏതാ സെൻസർ യൂസ് ചെയ്തേക്കുന്നതിനും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത്. നമ്മൾ പോക്കോ F7ഉം നത്തിങ്ങായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ പോക്കോ F7 ആയിരിക്കും കുറച്ചും കൂടെ പെർഫോമൻസ് ബൂസ്റ്റ് ആയിട്ടുള്ളൊരു ഫോൺ. ബട്ട് നമ്മൾ ബാക്കിയുള്ള ഈ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നത്തിങ് തന്നെ ആയിരിക്കും നല്ലത്. കാരണം ഒരു ക്ലീൻ സോഫ്റ്റ്വെയർ ആണ് നത്തിങ്ങിൻ്റെ. ആഡ്സും ബ്ലോക്ക്വെയറും ഒന്നും ഉണ്ടാവാത്തൊരു സോഫ്റ്റ്വെയർ ആണ് നത്തിങ്ങിൻ്റെ. ബട്ട് അപ്പുറത്ത് ഹൈപ്പർ വോയിസ് ആയതുകൊണ്ട് ആൻറ്റിനൊക്കെ നമുക്ക് വല്ല അപ്ഡേറ്റ് ഒക്കെ കിട്ടത്തുള്ളൂ. സോ അതൊക്കെ നോക്കുക. പിന്നെ ഏറ്റവും മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ യൂസ് ചെയ്ത് റിവ്യൂ കാണുക. ഓക്കെ, ഒരു യൂട്യൂബേഴ്സിൻ്റെ റിവ്യൂ കാണുക, അത് നോക്കിയിട്ട് എടുക്കുക. നാട്ടിലെ കോഴികളെ വെട്ടിച്ച് ലൈനുകളുടെ രാജാവായ മാറിയൊരു ബ്രാൻഡ് OnePlus. OnePlusൻ്റെ നോഡ് 5 നോഡ് CE5ഉം OnePlus പാഡും അതിൻ്റെ ഒരു സ്മാർട്ട് വാച്ചും ജൂലൈ 8 തീയതി റിലീസാവുന്നുണ്ട്. സോ എന്തായാലും നോഡ് 2ൻ്റെ കാര്യമൊക്കെ നമുക്ക് അറിയാമല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ യൂട്യൂബൊക്കെ തുടങ്ങിയ ഒരു സമയത്താണ് നോഡ് 2 ഒക്കെ ഇറങ്ങുന്നത്. അതിൻ്റെ ഇഷ്യൂ ഒക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു ഇഷ്യൂ കാരണം ഒത്തിരി അധികം പേരാണ് കുറേ വ്യൂസൊക്കെ ഉണ്ടായിരിക്കുന്നത്. ആ പൊട്ടിത്തെറിയും ആ ഒരു ശീതലൊക്കെ കാരണം ഞാൻ പോലും അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ടെക്നിക്കൽ വ്യൂസ് ഒന്നും കിട്ടിയില്ല, ബട്ട് പൊട്ടിയ കുറേ പേരുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ ബട്ട് അത് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, പൊട്ടിത്തെറി ഇതൊന്നുമില്ല. ബട്ട് OnePlusൻ്റെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ
ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒക്കെ വരുവാണെങ്കിലും അത് നമ്മൾ സർവീസ് സെൻ്ററിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ റെഡിയാക്കി തരുന്നുണ്ട്. സോ അതൊരു വലിയൊരു നല്ലൊരു കാര്യമാണ്. ഈവൻ സാംസങ്ങിലൊക്കെ പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ ഗ്രീൻ ലൈനൊക്കെ വരുമ്പോൾ അവരെന്താ കാണിക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. സോ അതുകൊണ്ട് കുറേ ഒരു കൈ ഒഴിയാറാണ് പതിവ്. ആ ഒരു സമയത്ത് OnePlus അത് മാറ്റി തരുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അങ്ങനെ നോഡ് 5ൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൻ്റെ 8s Gen 3 ചിപ്സെറ്റ് ആയിരിക്കും ഇതിൽ വരാൻ പോകുന്നത്. വിത്ത് LPDDR5X RAM വരുന്നുണ്ട്. 6.83 ഇഞ്ചിൻ്റെ ഫുൾ HD റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആംബുലൻസ് സ്ക്രീൻ ആയിരിക്കും വരുന്നത്. വിത്ത് 5200 mAh ഒരു ബാറ്ററി വിത്ത് 80 വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയത് അതിൻ്റെ ചിപ്സെറ്റ് തന്നെയാണ്. കാരണം ഇതിൻ്റെ കോമ്പറ്റീഷനായിട്ട് വരാൻ പോകുന്ന 2 ഫോണിലും 8s Gen 4ൻ്റെ ചിപ്സെറ്റാണ് വരാൻ പോകുന്നത്. ബട്ട് OnePlusൻ്റെ ഈ നോഡ് 5 വരാൻ പോകുന്നത് കഴിഞ്ഞ വർഷം വന്ന അതേ സ്നാപ്ഡ്രാഗൻ്റെ 8s Gen 3 തന്നെയാണ്. സോ എങ്ങനെ OnePlus ഇതിങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ്. കൂടെ വരുന്നൊരു ഫോണാണ് നോഡ് CE5. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയ നോഡ് CE4 അത്യാവശ്യം എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടൊരു ഫോണാണ്. ഈവൻ ഞാൻ ആ കഴിഞ്ഞ വർഷം ഫോൺ എടുക്കുകയാണ്, ഒരു 25 റേഞ്ചിൽ ഫോൺ എടുത്തിരുന്നെങ്കിൽ ഞാൻ എടുക്കേണ്ടിയിരുന്നൊരു ഫോണായിരുന്നു നോഡ് CE4. കാരണം എന്നോട് കുറച്ച് പേര് ഏത് ഫോൺ നല്ലതാണ് ആ ഒരു റേഞ്ചിലൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തൊരു ഫോൺ തന്നെയാണ് നോഡ് CE4. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഫോണാണ്. കാരണം നല്ല അവർ കൊടുക്കുന്ന വാല്യൂക്ക് ഒരു ഓൾറൗണ്ട് പാക്കേജ് ആയിരുന്നു നോഡ് CE4. സോ അതിൻ്റെ ഒരു സക്സസറാണ് നോഡ് CE5. സോ അതിൻ്റെ കുറച്ച് ലീക്സ് നമുക്ക് കിട്ടിയത് 6.77 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ആംബുലൻസ് സ്ക്രീൻ ആയിരിക്കും വരുന്നത്. വിത്ത് ഡിമെൻസിറ്റിയുടെ 8350 ഒരു ചിപ്സെറ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. ഒരു 25 റേഞ്ചിൻ്റെ അടിയിൽ 20-25 റേഞ്ചിൻ്റെ അടിയിൽ വരുന്നതുകൊണ്ട് തന്നെ ഡിമെൻസിറ്റിയുടെ പ്രോസസ്സർ ആയിരിക്കും വരാനായിട്ട് പോകുന്നത്. അത് നമുക്ക് വേറെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഇതിൽ വരാൻ പോകുന്ന നോഡ് 5 വന്ന അതേ സെയിം ചാർജിങ് ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് വരാൻ പോകുന്നത്. അതായത് 5200 mAh ബാറ്ററി വിത്ത് 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്. ഓക്കെ, നമ്മൾ പിന്നെ OnePlus പാഡിനെയും സ്മാർട്ട് വാച്ചിനെയും കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അത് ഇറങ്ങിയിട്ട് നമുക്ക് അതിൻ്റെ റിവ്യൂ ആയിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മളെല്ലാവരും തന്നെ നമുക്ക് അറിയാതിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഗൂഗിൾ. കുറേ പേര് അതിനെ വേറെ കുറേ കാര്യങ്ങളിലായിട്ടൊക്കെ ഉപയോഗിക്കും. എന്നാലും അങ്ങനെയുള്ള ഗൂഗിളിൻ്റെ പുതിയ ഫോൺ വരുന്നുണ്ട്, ഗൂഗിൾ പിക്സൽ 10. നമ്മളുടെ ഓഗസ്റ്റ് 20 ഗൂഗിൾ പിക്സൽ 10ൻ്റെ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ബട്ട് അതിൻ്റെ കുറച്ച് ക്യാമറ വർക്കിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും ഗൂഗിൾ പിക്സൽ 10ൽ ഗൂഗിൾ കൊടുക്കാൻ പോകുന്നത്. പിന്നെ ഇതിൽ വരുന്നത് നമുക്ക് അറിഞ്ഞിരുന്നത് ഇതിൻ്റെ ടെലഫോട്ടോ സെൻസറിൻ്റെ പുതിയൊരു അപ്ഗ്രേഡേഷനാണ്. പുതിയൊരു കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. 5x ഒപ്റ്റിക്കൽ സൂമിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും എന്നാണ് പറയുന്നത്. പിന്നെ കൂടുതലും മാക്രോ ഫോട്ടോഗ്രാഫിക്ക് ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്ത് മാക്രോ ഫോട്ടോസും കുറച്ചും കൂടെ അത്യാവശ്യം നല്ല ബൂസ്റ്റപ്പ് ചെയ്ത് നല്ല അപ്ഗ്രേഡ് ആയിട്ടുണ്ടെന്നാണ് നമുക്ക് ലീക്സ് കിട്ടിയിരിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു ഫോണിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഇനി വരുന്ന മാസങ്ങളിലേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഓഗസ്റ്റിലാണ് ഇതിൻ്റെ റിലീസ്. എങ്ങനെ ഒരു ജൂലൈ ആ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടത്തുള്ളൂ. ഈ ഒരു ജൂൺ ആയതുകൊണ്ട് തന്നെ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ കയ്യിലുള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ച് മാറ്റങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. ബട്ട് ടെൻസറിൻ്റെ ചിപ്സെറ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. എങ്ങനെ ഒരു 60 റേഞ്ചിൽ വരാൻ പോകുന്ന ഒരു ഫോൺ തന്നെയായിരിക്കും ഗൂഗിൾ പിക്സൽ 10. കഴിഞ്ഞിറങ്ങിയ ഗൂഗിൾ പിക്സൽ 9 അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് സത്യം പറഞ്ഞാൽ. എനിക്ക് അറിയത്തില്ല. ബട്ട് നമുക്ക് നോക്കാം, എന്തായാലും ഇറങ്ങുമ്പോൾ അത് അതിനെപ്പറ്റി വീഡിയോ എന്തായാലും ചെയ്യാവുന്നതാണ്. സോ അതിനൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. ഓക്കെ, കൂടുതൽ ബെല്ലൈക്കണും കൂടെ ഉള്ളതാണ്, എന്നാലേ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ആൻഡ് അറ്റ് ലാസ്റ്റ് വിവോയിൻ്റെ T4 Lite ആണ് ലാസ്റ്റ് ഫോണായിട്ട് നമുക്ക് പറയാനുള്ളത്. അറൈവിങ് സൂൺ എന്നേ പറഞ്ഞിട്ടുള്ളൂ, എന്നാ വരുന്നതെന്ന് പറഞ്ഞിട്ടില്ല. ഈ T4 സീരീസിൻ്റെ T4 Ultra'യും T4ഉം ഈ കുറച്ച് നാൾക്ക് മുമ്പൊക്കെ റിലീസായിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിവ്യൂസൊക്കെ തന്നെയാണ് ആ ഒരു ഫോണിൽ ഞാൻ നോക്കിയപ്പോൾ കിട്ടിയത്. അതിൻ്റെ ഒരു ലൈറ്റ് വേർഷനായി എന്തായാലും ഒരു 10,000 റുപ്പീസ് ഫോണായതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് കൂടുതൽ ഒരു എൻട്രി ലെവൽ ഒരു ഫോൺ തന്നെ ആയിരിക്കും വിവോൻ്റെ T4 Lite എന്ന് പറയുന്നത്. സോ എന്തായാലും അധികം ഫീച്ചേഴ്സ് നമ്മൾ ഇതിൽ എക്സ്പെക്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ അത്യാവശ്യം പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഫോണായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ 6000 mAh ഒരു M&N ബാറ്ററി വരുന്നുണ്ട്. കമ്പാരിറ്റീവ് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് കിട്ടും. നേരത്തെയൊക്കെ നോക്കുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ M സീരീസിലൊക്കെ ആയിരുന്നു 6000 mAh ബാറ്ററി വന്നുകൊണ്ടിരുന്നത്. ബട്ട് ഇവിടെ വിവോൻ്റെ ഒരു ഫോണിൽ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. ഇത് ഡിമെൻസിറ്റിയുടെ 6300 എന്ന് പറഞ്ഞൊരു ചിപ്സെറ്റാണ്. ബേസിക് ചിപ്സെറ്റാണ് സത്യം പറഞ്ഞാൽ. അത്യാവശ്യം വാട്സപ്പും യൂട്യൂബൊക്കെ മാത്രം നോക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെ ആയിരിക്കണം.
നമ്മുടെ വിവോൻ്റെ T4 ലൈറ്റ് എന്ന് പറയുന്നത്. ഒരു 1000 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ഇതിൽ വരുന്നുണ്ട് എന്നാണ് വിവോ പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ കൂടുതൽ നമ്മൾ ക്യാമറ സെറ്റപ്പിനെ കുറിച്ചൊന്നും പറയുന്നില്ല, കാരണം ഒരു ബേസിക് ഫോൺ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് എപ്പോഴും ആലോചിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. സോ അധികം നിങ്ങൾക്ക് ബോറടിക്കാതെ ഞാനത് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മളധികം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറയും. പിന്നെ ഈ വീഡിയോ തന്നെ ഒത്തിരി അങ്ങോട്ട് കട്ട് ചെയ്യും, ബോറടിക്കാതിരിക്കാൻ തന്നെ. സോ ലെങ്ത് എന്തായാലും നല്ലോണം ഞാൻ കുറയ്ക്കും. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് എങ്ങാണ്ടും ആയി ഒരു വീഡിയോ. പക്ഷേ അതെന്തായാലും ഞാൻ കുറച്ച് ഒരു 10 മിനിറ്റ് ആക്കും, അത് കുറേ കട്ട് ചെയ്ത് കളയും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ബോറടിക്കാതിരുന്ന് കാണാൻ പറ്റുള്ളൂ. സോ അതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ ചാനൽ ആദ്യമായിട്ടാണ് നോക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ ഓൾ ഇടുക, ഇതേപോലെ കൂടുതൽ വീഡിയോസ് എനിക്ക് കാണാനായിട്ട്. ഓക്കെ, സോ എന്തായാലും നിങ്ങൾക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൂട്ടും. നിങ്ങൾക്ക് വേറെ ഇതൊന്നും ഇല്ല. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ നമ്മുടെ അവിടെ ഫോളോയിങ് ഇത്രയും കൂടി കിടക്കണമെന്ന് പറയും, ബട്ട് യൂട്യൂബിൽ അങ്ങനെയൊന്നുമില്ല, ഒന്നും കാണത്തില്ല. സോ എനിക്കൊരു പ്രശ്നമില്ലാതെ നമുക്ക് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ മതി, അതായത് കുറച്ചൊന്ന് കയറി വരാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് വരുന്നവരേക്കും ബൈ.